Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good day, എല്ലാവരും. Good afternoon, ma'am. കഴിച്ചു മാം കഴിച്ചു. കുറച്ച് ദിവസമായി നമ്മളെ കണ്ടിട്ട്. എങ്ങനെയായിരുന്നു വെക്കേഷൻ ഒക്കെ? ഓണം അടിച്ചു പൊളിച്ചാ? കുഴപ്പമില്ല. കുഴപ്പമില്ല. പൂക്കളൊക്കെ ഇട്ട എല്ലാവരും? ഇട്ടു. എവിടെയെങ്കിലും പോയാ? ടൂറൊക്കെ പോയാ? റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ പോയി. പിന്നെന്താണ് വിശേഷം? ഹലോ ഹലോ, പറഞ്ഞോ. മാം കുറച്ച് ദിവസം ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ക്ലിയർ ആയില്ല. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താ മാം ചോദിച്ചേ? പറഞ്ഞത് മനസ്സിലായില്ലല്ലോ. അല്ലെങ്കിൽ എന്താ പറഞ്ഞേ? ക്ലിയർ ആയില്ല. ഞാന് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ? റെക്കോർഡ് ക്ലാസ് കണ്ടിരുന്നോ? ടൈം ഉണ്ടായിരുന്നില്ല മാം. നിങ്ങൾ ഈ മീറ്റിംഗ് ഇല്ലെങ്കിൽ ഈ ഒരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട വലിയ ഉപകാരമായിരുന്നു. എനിക്ക് ടൈം കാലിബ്രേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ പുറത്താ. നൈറ്റ് ഡ്യൂട്ടിയും പകല് ഉറങ്ങുന്ന സമയത്താണ് ഇത് അറ്റൻഡ് ചെയ്യാറുള്ളത്. ഞാൻ 2 വട്ടമായിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, പിന്നെ ടൈം കിട്ടിയില്ല, പിന്നെ മറന്നുപോയി. ഓക്കെ, താങ്ക് യു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഇല്ല, അലീനോടല്ല, എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാവരും വായിച്ചു നോക്കിയാ? സത്യം പറഞ്ഞാൽ ഇപ്പോഴാണൊന്ന് വായിച്ചു നോക്കാൻ ടൈം കിട്ടി. അതെനിക്കറിയാം, നീ വായിച്ചു നോക്കൂല എന്നുള്ളത്. ഓക്കെ, അന്ന് എടുക്കണ കാര്യങ്ങൾ അന്ന് തന്നെ വായിച്ചു നോക്കണോട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, വായിച്ചു നോക്കി. 2 മിനിറ്റ് തരാം. ചോദിക്കട്ടെ. വായിച്ചു നോക്കിയോ? ഓക്കെ, ഏതൊക്കെയാണ് OPD സർവീസുകൾ? ദേവിക AR എന്ന് പറഞ്ഞേ. OPD സർവീസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രോഗം ബാധിച്ച ഒരാളുടെ സിംപ്റ്റംസ് ഒക്കെ മനസ്സിലാക്കി, രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് രോഗബാധിതരായ ഒരാളെ അതിന്റെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രോഗം നിർണയിക്കുക. ഇന്റർവെൻഷൻ എന്തായിരിക്കും? ഇന്റർവെൻഷൻ
ഇന്റർവെൻഷൻ. രോഗം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടി സ്വീകരിക്കുക. ഓക്കെ. കൺസൾട്ടേഷൻ എന്തായിരിക്കാം? കൺസൾട്ടേഷൻ മീൻസ് കൺസൾട്ടേഷൻ. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിക്കൊണ്ട് നമ്മൾ ഒരു അഡ്വൈസ് തേടുക. അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയും. What are the objectives of OPD? What are the objectives of OPD? എന്നൊന്ന് പറയോ? ക്വാളിറ്റി കെയർ കൊടുക്കുക, മോഡേൺ ടെക്നിക്സ് വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ചെയ്യുക, പിന്നെ ടോട്ടൽ ഒരു പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഫെസിലിറ്റീസ് കൊടുക്കുക, പിന്നെ ഒരു ഗുഡ് പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. ലൊക്കേഷൻ ഓഫ് OPD. ഭൂമിക എന്ന് പറഞ്ഞേ, ലൊക്കേഷനിൽ എന്തൊക്കെയാ വരാനുള്ളത്? ഭൂമിക പറയോ? പറയാം മാം. പറഞ്ഞു. IPDയും OPDയും കൂടി കണക്ട് ചെയ്യുന്ന ആയിരിക്കണം ലൊക്കേഷൻ. പിന്നെ കുറെ അധികം വിസ്തൃതി, എക്സ്പാൻഷൻ ആയിരിക്കണം. പിന്നെ അവസാനം മ്യൂട്ട് ചെയ്യണം കേട്ടോ. പറഞ്ഞോ മോളെ, ഭൂമിക പറഞ്ഞോ. എന്തോ ബാക്കി പോയിന്റ്സ് പറഞ്ഞേ. 2 പോയിന്റ് അല്ലേ പറഞ്ഞോളൂ. പിന്നെ ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കണം. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ. ഒരു പോയിന്റ് യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിഡയറക്ഷണൽ ഫ്ലോ ഒരേ സ്ട്രക്ചറിലായിരിക്കും. സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? OPD സ്ട്രക്ചർ എങ്ങനെയാണ്? രോഗി ഹോസ്പിറ്റലിൽ വരുന്നു, OP എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, രോഗനിർണയം നടത്തി മരുന്ന് ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന മരുന്ന് വാങ്ങി പോകുന്നു. ആ ഒരു സ്ട്രക്ചർ. ഇനി OPD ഫ്ലോ ചാർട്ട് ഒന്ന് പറയാൻ പറ്റുമോ? OPD ഫ്ലോ ചാർട്ട് ഫസ്റ്റ് എൻക്വയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും. പിന്നെ വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ ഡോക്ടറുടെ റൂമിൽ കൺസൾട്ടേഷൻ റൂമിലോട്ട് പോകും. പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ എക്സ്ട്രാ ആയിട്ടോ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ഫാർമസിയും മരുന്ന് വാങ്ങും. പിന്നെ എക്സിറ്റ് ആവും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ മറക്കരുത് കേട്ടോ. ടെസ്റ്റുകളെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ആർക്ക് പറയാം? തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് മാം ഞാൻ പറയാം. പറഞ്ഞു. മാം തെറാപ്റ്റിക് ഉപകരണങ്ങൾ നെബുലൈസർ ഉണ്ട്, നെബുലൈസർ. പിന്നെ ലാറിംഗൻസ്കോപ്പ് നമ്മൾ ത്രോട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ളതുണ്ട്. പിന്നെ ബ്രോങ്കോസ്കോപ്പ് ലങ്സിന്റെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ മാം. ഓക്കെ മാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ വരെയാണ് മിസ് അന്നെടുത്തത്. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റി. ഓക്കെ, നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. മിസ് പറഞ്ഞു തരാം. മ്യൂട്ട് ചെയ്യാൻ പോണേ കേട്ടോ. ഇന്ന് 3 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. വാഹന ടീച്ചർ ലീവ് ആയതുകൊണ്ട് പനിയാണ് മിസ്സിന്. 3 മണി വരെ ആയിരിക്കും മിസ് ക്ലാസ് കേട്ടോ. ബോറടിക്കുകയാണെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മതി, ബ്രേക്ക്.
നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റി. എന്തൊക്കെയാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? വെൽ ബേബി ക്ലിനിക്സ് അല്ലെ, ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ANC മാരേജ് കൗൺസിലിംഗ്, പ്ലാന്റ് പാരന്റ്ഹുഡ് എക്സെട്ര. ചാപ്റ്റർ 6 ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ്. ഓക്കെ, അപ്പൊ എന്താണ് ANC? എന്തായിരിക്കും ANC? ANC എന്തായിരിക്കും? ഫുൾ ഫോം എന്ന് പറയാൻ പറ്റുമോ? ANCയുടെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ANC ANC ആർക്ക് പറയാം? ANC ഫുൾ ഫോം അറിയില്ല? ഒരു ഐഡിയ ഇല്ലേ? ആന്റിനേറ്റൽ കെയർ കേട്ടിട്ടുണ്ടോ? ആന്റിനേറ്റൽ കെയർ, ആന്റിനേറ്റൽ കെയർ. ANCയുടെ ഫുൾ ഫോം ആണ് ആന്റിനേറ്റൽ കെയർ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഫുൾ ഫോം ഒക്കെ ചോദിക്കും, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കുന്ന കെയർ ആണ് ആന്റിനേറ്റൽ കെയർ? പ്രഗ്നൻസി കെയർ അല്ലേ, പ്രഗ്നന്റ് ആവുന്ന ലേഡീസിനൊക്കെ കൊടുക്കുന്നത്. അവരുടെ ആരോഗ്യത്തെയും സുരക്ഷയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആന്റിനേറ്റൽ കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? മാരേജ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് പാരന്റ്ഹുഡ് എക്സെട്ര. എന്താണ് പാരന്റ്ഹുഡ് എന്ന് പറഞ്ഞാല്? അറിയാലോ, പാരന്റ്ഹുഡ് പാരന്റ്ഹുഡ് എന്തായിരിക്കാം? പാരന്റ്ഹുഡ് മാതൃത്വം, പിതൃത്വം അല്ലെ. മാതാവാകാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ പിതാവാകാൻ പോകുന്നവർക്കുമുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം, കുട്ടികൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കണം, അങ്ങനെയുള്ള വാക്സിനേഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവര് OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ആന്റിനേറ്റൽ കെയർ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗർഭിണികളുടെ ആരോഗ്യത്തെയും സുരക്ഷയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങള്, അതാണ് ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാല്. പിന്നെ എന്താണ്? മാരേജ് കൗൺസിലിംഗ്. പിന്നെ എന്താണ്? പ്ലാന്റ് പാരന്റ്ഹുഡ് അല്ലെ, മാതാവ് പിതാവാകാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ മാതൃത്വം, പിതൃത്വം എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? തേർഡ് പോയിന്റ് എന്താണ്? സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. അതറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമല്ലോ. സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്തായിരിക്കാം ആ പോയിന്റിൽ പറയുന്നത്? സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ് എല്ലാവരും ചെയ്യണ്ടോ? ഓർത്ത് നോക്കിയേ, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ്. സ്കൂളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ടല്ലേ. എന്താണ്? ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ഓരോ ഡോക്ടേഴ്സും നഴ്സുമാരും കൂടി വന്നിട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണ് പരിശോധന, അതുപോലെ എന്താണ് ചെവിയുടെ പരിശോധനകള്, അങ്ങനെ ചെയ്യാറില്ലേ? ചെയ്തിട്ടുണ്ടോ നിങ്ങളെയൊക്കെ? ഉണ്ടോ? അപ്പൊ എന്താണ്? കണ്ണ് പരിശോധിക്കും, ചെവി പരിശോധിക്കും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യും. ആ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ആ കുട്ടികളുടെ പേരൻസിനെ ഇൻഫോം ചെയ്യും. അതാണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. അപ്പൊ അവിടെ എഴുതിയ എക്സാമ്പിൾ ആയിട്ട് വെക്കാം ചെവിയുടെ പരിശോധന, കണ്ണ് പരിശോധനയൊക്കെ എന്താ സ്കൂളിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗർഭിണികൾക്ക് അവരുടെ സുരക്ഷയും ആരോഗ്യത്തെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്.
മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് മാതാവാകാൻ പോകുന്നവർക്കും പിതാവാകാൻ പോകുന്നവർക്കുമുള്ള ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്കൂളിലും കുട്ടികളെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ, കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ചെവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് പാരന്റ്സിനെ വിവരം അറിയിക്കുന്നുണ്ട്. ഇതാണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സിൽ വരുന്നത്. പിന്നെ എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ, പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പഠിച്ചിട്ടുണ്ട് നമ്മള്. കൊറോണ, വെരി ഗുഡ്. പിന്നെന്താണ് ഡെങ്കിപ്പനി, ഫീവർ, പലതരത്തിലുള്ള ഫീവർ, നിപ്പ അല്ലെ, അതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾ ആണ്. ചിക്കൻ ബോക്സ് ശരിയാണ് കേട്ടോ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വരുന്നതില് പടർന്നു പിടിക്കുന്നതില് എന്ത് ചെയ്യുന്നുണ്ട്? തടയാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പകർച്ചവ്യാധികള് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെ, കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതാണ് 4th പോയിന്റിൽ വരുന്നത്. ഇനി 5th പോയിന്റ് നോക്കാം. Early diagnosis and detection of chronic diseases like cancer, TB, etc. അപ്പൊ എന്താണ് ക്യാൻസറും TB ഒക്കെ ഫസ്റ്റ് സ്റ്റേജിൽ ഏർലി ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ, ആദ്യ കാലഘട്ടത്തിൽ തന്നെ അത് ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആര്? OPD വിഭാഗം. ഓക്കെ, അപ്പൊ ക്യാൻസർ, TB പോലുള്ള രോഗങ്ങള് ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്രയും പോയിന്റ്. ഓക്കെ, ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ് അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞില്ലേ. അതുപോലെ എന്താണ് ന്യൂട്രീഷണൽ അഡ്വൈസ് അല്ലെ. ഇപ്പൊ പൊണ്ണത്തടിയുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ എന്താണ് കാലുവേദനയായിട്ടും തലവേദനയായിട്ടൊക്കെ ഡോക്ടറുടെ കയ്യിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് ഡോക്ടറെ അടുത്ത് പറയുകയാണെങ്കിൽ എന്താണ് ന്യൂട്രീഷൻ ഡയറ്റ് എന്ത് ചെയ്യും, ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യാൻ പറയോ അല്ലെ, ഡയറ്റ് ചെയ്യാൻ പറയോ അല്ലെ, അല്ലെങ്കിൽ എക്സസൈസ് എടുക്കാൻ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ രോഗികൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന എക്സസൈസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്താണ് അവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടും റീഹാബിലിറ്റേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ ആ പോയിന്റ്? ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ബേബി ക്ലിനിക്സ് അല്ലെ. ഒന്നുകൂടിയും പറയാൻ വെച്ചത് ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആന്റിനേറ്റൽ കെയർ, ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ ആണ്. പിന്നെ മാരേജ് കൗൺസിലിംഗ്, പിന്നെ എന്താണ് പാരന്റ്ഹുഡ് അല്ലെ, മാതാവ് ആകാൻ പോകുന്നവർക്കും പിതാവാകാൻ പോകുന്നവർക്കുമുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ, അവരെ കൊച്ചിനെ കുറിച്ചും അവരുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ് അല്ലെ. ചെവി പരിശോധന, കണ്ണ് പരിശോധനയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിൽ വന്നിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത് തടയാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ക്യാൻസർ, TB ഒക്കെ വരുമ്പോ അവരുടെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിനും ഈ OPD വിഭാഗം സഹായിക്കുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ ആയിട്ട് എന്താണ് ന്യൂട്രീഷണൽ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് അവർക്ക് എങ്ങനെയുള്ള ഫുഡ് കഴിക്കണം, എങ്ങനെ രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് എന്താണ് അവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സർവീസുകൾ അല്ലെ, റീഹാബിലിറ്റേഷൻ സർവീസുകൾ അവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയാണ് പോയിന്റ്സ്. അപ്പോൾ ഈ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റിയിൽ വരുന്ന പോയിന്റ്സുകൾ ഒന്ന് ഓർത്ത് വയ്ക്കാം.
ഫംഗ്ഷനിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അല്ലാണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പഠിക്കണ്ട. ഇത് ഇന്ന കാര്യങ്ങളാണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ആൻസിനത്തിൽ കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം പറഞ്ഞു കൊടുക്കും ആരെങ്കിലും? ആൻസിനത്തിൽ കെയർ ആ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കുവോ? പ്രഗ്നൻസി കെയർ മനസ്സിലായില്ലേ? പ്രഗ്നൻസ് ലേഡീസിനൊക്കെ എന്ത് ചെയ്യുന്നത്? അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വായിച്ചില്ലേ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോട്ടെ മിസ്. ഓക്കെ, ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് OPD. ഏതൊക്കെ ടൈപ്സ് ആണ് OPD വിഭാഗത്തിലുള്ളത് നോക്കാം. Two types of OPD service. First എന്താണ്? Centralized outpatient service and second is decentralized outpatient service. Centralized outpatient service എന്താണെന്ന് നോക്കാം. All services are provided in a concise area which includes all diagnostic and therapeutic facilities being provided in the same place. എന്താണ്? നമ്മളിപ്പോ ഒരു രോഗി എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ എന്താണ്? നമ്മള് റിസപ്ഷനിൽ കയറി ചെല്ലില്ലേ? അവിടെ എന്തൊക്കെ ഉണ്ടാവും? രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവും, അല്ലെ? റിസപ്ഷൻ ഏരിയാസ് ഉണ്ടാവും, എൻക്വയറി ഏരിയ ഉണ്ടാവും, ബില്ലിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഫസ്റ്റ് കയറി ചെല്ലുമ്പോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെ? രോഗികൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ ചോദിച്ചാല് അവിടെ ക്ലിയർ ചെയ്ത് തരും. അപ്പൊ ഫസ്റ്റ് കാണുന്ന ആ ഏരിയ, നമ്മൾ രോഗി കയറി ചെല്ലുമ്പോ, ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോ ഫസ്റ്റ് കാണുന്ന ആ എൻക്വയറി ഏരിയയിലെ അതിനെയാണ് പറയുന്നത് സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് എന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് രോഗി കയറി ചെല്ലുമ്പോ, ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോ റിസപ്ഷൻ ഏരിയാസ്, എൻക്വയറീസ് ഒക്കെ കാണില്ലേ? ആ ഡിപ്പാർട്ട്മെന്റ് കാണില്ലേ? ആ ഏരിയനെയാണ് നമ്മള് സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. രോഗിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാല് അവര് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ ആണോ? അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം. എന്താണ്? നമ്മള് ഫസ്റ്റ് തന്നെ ഒരു രോഗി അല്ലെങ്കിൽ ഒരാള്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോ എന്താണ്? അവിടെ റിസപ്ഷൻ ഏരിയാസ് ഉണ്ടാവും, എൻക്വയറി ഏരിയ ഉണ്ടാവും, അല്ലെ? അങ്ങനെയുള്ള ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്താണ്? രോഗികളെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യാനോ പിന്നെ എന്താണ് പല വിഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുന്നെങ്കിൽ അവര് പറഞ്ഞു തരും, അല്ലെ? എൻക്വയറി ചോദിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. ആ വിഭാഗത്തെയാണ് ഏറ്റവും, ആ ഹോസ്പിറ്റലിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ആ വിഭാഗത്തെ പറയുന്നതാണ് സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് എന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ ഫസ്റ്റ് കാണുന്ന എൻക്വയറിയിലെ ആ വിഭാഗത്തെയാണ് നമ്മള് സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീസെൻട്രലൈസ്ഡ് വരുമ്പോ നോക്കാം. ഡീസെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് ആർ പ്രൊവൈഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോ എന്താണ്? ഫസ്റ്റ് ഒരു രോഗി ഹോസ്പിറ്റലിലോട്ട് വന്നു. അപ്പൊ എന്താണ്? ആൾക്ക് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കാനായിട്ട് ഇവിടെ എന്താണ് ഫസ്റ്റ് കാണുന്ന എൻക്വയറിയിൽ ചോദിച്ചു. അപ്പൊ അതാണ് ഇത് സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് എന്ന്. അവിടെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഈ റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ മതി, അവിടെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയാലോ, എക്സ്റേ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾക്ക് എന്താണ്? എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് പോകുന്നു. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തി. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ എന്തുണ്ട്? രജിസ്ട്രേഷൻ ഏരിയ ഉണ്ട്, ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയാസ് ഉണ്ട്. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ?
ഒരു രോഗി ഫസ്റ്റ് ചെല്ലുന്നു, എൻക്വയറീസും കാര്യങ്ങളും അവിടെ ഉണ്ടാവും, റിസപ്ഷൻ ഉണ്ട്, എൻക്വയറീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതിനെയാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് എക്സ്റേ ആണ് എടുക്കേണ്ടത്, എക്സ്റേ വിഭാഗത്തിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ അവിടെ ചോദിച്ചു, അപ്പൊ അവര് വഴി പറഞ്ഞു കൊടുത്തു. ഇയാൾ എന്ത് ചെയ്തു, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. അപ്പൊ അവിടെ എന്തുണ്ടാവും, സെപ്പറേറ്റ് ആ ഡിപ്പാർട്ട്മെന്റിൽ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. ആ റിസപ്ഷൻ ഏരിയയാണ് നമ്മൾ പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അറിയാത്തവര് എന്താണ്, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊന്നും ചെല്ലാം. അവിടെയും ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാണാത്തവരൊന്ന് നോക്കട്ടോ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കൺസെപ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇനി പറയണോ മിസ്? ഓക്കെ. ഇനി എന്താണ്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യൻസ്. എത്ര ടൈപ്പ് ആണ്? 3 ടൈപ്സ് ഓഫ് പേഷ്യൻസുകളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് നോക്കാം. ജനറൽ ഔട്ട് പേഷ്യന്റ് ഉണ്ട്, എമർജൻസി ഔട്ട് പേഷ്യന്റ് ഉണ്ട്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ഉണ്ട്. ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് ആണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. All patients other than emergency who report directly to OPD. എന്തായിരിക്കും വായിച്ചപ്പോ മനസ്സിലായത്? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം എന്ന് പറഞ്ഞു നോക്കി. എന്തായിരിക്കാം ജനറൽ ഔട്ട് പേഷ്യന്റ്? നേരിട്ട് ഡോക്ടറെ കാണുന്നത്. നോർമൽ പേഷ്യന്റ് അല്ലേ? സഫന കറക്റ്റ് ആണ് കേട്ടോ. നോർമൽ പേഷ്യന്റ് അല്ലേ? എമർജൻസി അല്ലാതെ വരുന്ന പേഷ്യന്റ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ OP ഡോക്ടറെ കാണാൻ വരില്ല, നമ്മള് പനിയായിട്ട് ചുമയിട്ടൊക്കെ ജലദോഷമൊക്കെ ആയിട്ട് നമ്മൾ OP ഡോക്ടറെ കാണാൻ ചെല്ലും അല്ലെ? അങ്ങനെയുള്ള രോഗികളെയാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. നോർമൽ ആയിട്ട്, നോർമൽ കേസിലൊക്കെ വരുന്ന പേഷ്യൻസ്, നോർമൽ രോഗത്തിനൊക്കെ വരില്ലേ, പനി ജലദോഷം ചുമയൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലില്ലേ? അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മള് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ? ഫസ്റ്റ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഓക്കെ. ഇനി എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്? The person give emergency medical care for a condition. A person give an emergency medical care. എന്തായിരിക്കാം എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? മനസ്സിലാക്കാൻ എന്താ മനസ്സിലായത്? എമർജൻസി കണ്ടീഷനിൽ വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എന്ന് പറയാ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ? എക്സാമ്പിൾ പറയാൻ പറ്റോ എമർജൻസി ഔട്ട് പേഷ്യന്റിന്? ആക്സിഡന്റ് അല്ലെ? ആക്സിഡന്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ? എമർജൻസി ഔട്ട് പേഷ്യന്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് അറിയാത്തവർ എഴുതി വെക്കുക, ആക്സിഡന്റ്, സൂയിസൈഡ്. അപ്പൊ എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കേണ്ടി വരുന്ന രോഗികളെയാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എന്ത് എഴുതാം? ആക്സിഡന്റ് അല്ലെ? പെട്ടെന്ന് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുമ്പോ അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? എമർജൻസി ആയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. സ്ട്രോക്ക് കറക്റ്റ് ആണ്. പിന്നെന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്? എ പേഷ്യന്റ് റെഫേർഡ് ടു OPD by his practitioner for specific treatment. എന്തായിരിക്കാം റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ? റെഫേർഡ് നിങ്ങൾക്ക് തന്നെ പറയാം, ബാക്കി തന്നെ ഉണ്ടല്ലോ റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. അതർ ഡോക്ടറെ റെഫർ ചെയ്യുന്നത് അല്ലെ? വെരി ഗുഡ്. എന്താണ് ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മള് OPയിലെ ഒരു ഡോക്ടറെ കാണാൻ വരും. ശ്വാസതടസ്സമായിട്ടാണ് നമ്മള് ആ OPയിലെ ഡോക്ടറെ കാണാൻ വരുന്നതെങ്കിൽ ആ OPയിലെ ഡോക്ടർ എന്ന് പറയുന്നത്
നിങ്ങൾ പൾമണോളജിസ്റ്റിനെ കാണണം, റെഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഡോക്ടർ ഒപിയിലെ ഡോക്ടർ എന്ത് ചെയ്യുന്നു, പൾമണോളജിസ്റ്റ് ഡോക്ടറെ കാണാനായിട്ട് റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറെ റെഫർ ചെയ്യുന്നതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ കൺസെപ്റ്റ്? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് 3 ടൈപ്സ് ഓഫ് ഔട്ട് പേഷ്യന്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ജനറൽ ഔട്ട് പേഷ്യന്റ് ഉണ്ട്, എമർജൻസി ഔട്ട് പേഷ്യന്റ് ഉണ്ട്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ഉണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള രോഗികളാണ്? എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ, പറയാൻ പറ്റുമോ എക്സാമ്പിൾ? ഫീവർ, ചുമ, അങ്ങനെ വരുന്ന രോഗികളാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. എമർജൻസി അറിയാലോ? എമർജൻസി എന്താണ്? ആക്സിഡന്റ്, പോയിസണിങ്, സ്ട്രോക്ക്, അല്ലെ, ഹൃദയാഘാതം ഒക്കെ ആയിട്ട് വരുന്ന എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. റെഫേർഡ് അറിയാലോ? ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? 3 ഔട്ട് പേഷ്യന്റും ഓക്കെ ഒന്ന് വായിച്ചു നോക്കിട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആയോ മക്കളെ? 3 നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് ആണ് മാനേജീരിയൽ കൺസിഡറേഷൻ. അടുത്തതാണ് മാനേജീരിയൽ കൺസിഡറേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ PDയിൽ പാലിക്കേണ്ടത് ഉള്ള കാര്യങ്ങളാണ് മാനേജീരിയൽ കൺസിഡറേഷനിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പബ്ലിക് റിലേഷൻ. എങ്ങനെയായിരിക്കാം പബ്ലിക് റിലേഷൻ? എങ്ങനെയാണ് പാലിച്ചു പോകേണ്ടത്? പബ്ലിക് റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം? നിങ്ങൾക്ക് തന്നെ പറയാലോ. എങ്ങനെയായിരിക്കണം പബ്ലിക് റിലേഷൻ പോകുന്നത്? പറഞ്ഞ എല്ലാവരും ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ? ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, ഇങ്ങനെയാണ് വാംത്ത്. നെക്സ്റ്റ് പോയിന്റ് സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഊഷ്മളമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. ഓക്കെ, ഇനി എന്താ? റെസ്പെക്ട് അറിയാലോ നിങ്ങൾക്ക്? റെസ്പെക്ട് ബഹുമാനിക്കണോ അല്ലെ? ബഹുമാനിക്കണം. നമ്മൾ അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ ആയാലും രോഗികളെ ആയാലും എന്താണ് ബഹുമാനിച്ചത് റെസ്പെക്റ്റോടുകൂടി കാണണം. ഓക്കെ, ഇനി മിനിമം വെയിറ്റിംഗ്. എന്തായിരിക്കാം മിനിമം വെയിറ്റിംഗ്? മിനിമം വെയിറ്റിംഗ് ക്ഷമയാണോ? മിനിമം വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ പേഷ്യൻസും മിനിമം വെയിറ്റിംഗ് കൂടി കണക്ട് ചെയ്ത് നോക്കിയേ. അയ്യോ, മിനിമം വെയിറ്റിംഗ് തന്നെ കൂടുതൽ നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. പേഷ്യൻസ് ആയിട്ട് കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. എന്താണ് മിനിമം വെയിറ്റിംഗ്? എന്താണ്? പേഷ്യൻസിനെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല.
അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലായാലും പിന്നെ എന്താണ് ഡോക്ടറെ കാണുന്നതായാലും മെഡിസിൻസ് കളക്ട് ചെയ്യുന്നതായാലും എന്താണ് കൂടുതൽ നേരം അവർക്ക് എന്താണ് ലോങ് വെയിറ്റിംഗ് അല്ലെ വെയിറ്റിംഗ് ചെയ്യിപ്പിക്കാൻ പാടില്ല. കുറച്ച് ടൈം എപ്പോഴും പെട്ടെന്ന് ക്വിക്കായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണം. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? മിനിമം വെയിറ്റിംഗ് കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെന്താണ് ക്ലീൻലിനെസ് അറിയാലോ നിങ്ങൾക്ക്, ക്ലീൻ ആയിട്ട് അല്ലേ? ഓക്കെ. പിന്നെന്താണ് ഗുഡ് ആംബിയൻസ്. ഗുഡ് ആംബിയൻസ് അറിയാലോ? ഗുഡ് ആംബിയൻസ് നല്ല അന്തരീക്ഷം, നല്ല അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാം. പിന്നെന്താണ് ക്യാൻറ്റീൻ അറിയാലോ? ക്യാൻറ്റീൻ ക്യാൻറ്റീൻ അറിയാലോ? ക്യാൻറ്റീൻ ഫുഡിന്റെ കാര്യങ്ങൾ. ഓക്കെ. പിന്നെന്താണ് പേഷ്യന്റ് ഹിയറിംഗ്. അതെന്തായിരിക്കാം? പേഷ്യന്റ് ഹിയറിംഗ് പോയിന്റ് എന്തായിരിക്കാൻ പറ്റുന്നത്? പേഷ്യൻസ് ഹിയറിംഗ് അവരെ കേൾക്കണോ അല്ലെ? അവര് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫുകളായാലും നഴ്സുമാരായാലും അവരുടെ കാര്യങ്ങൾ കേൾക്കണം. അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് അവർക്ക് വരണം. ഓക്കെ. പിന്നെ എന്താണ് വെന്റിലേഷൻ അറിയാലോ? വെന്റിലേഷൻ എന്താണ്? വെന്റിലേഷൻ വായു സഞ്ചാരം അല്ലെ? പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. വാട്ടർ സപ്ലൈ അറിയാലോ? പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. OPD ടൈമിംഗ്, OPD ടൈംസ് എന്തായിരിക്കാം? തോന്നിയ പോലെ ഓപ്പൺ ചെയ്ത് തോന്നിയ പോലെ ക്ലോസ് ചെയ്ത് പോകാൻ പറ്റോ? അങ്ങനെയാണോ OPD? ഇല്ല. ടൈം അല്ലെ? കൃത്യമായിട്ടുള്ള ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ? ടൈം നല്ല രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലിലെ പോളിസിയിൽ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടൈമിങ് കീപ്പ് ചെയ്ത് വേണം, കറക്റ്റ് ടൈമിങ്ങിലൂടെ വേണം പോകാനായിട്ട്. ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ OPD വിഭാഗത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്താണ് പബ്ലിക് റിലേഷൻ അല്ലെ? നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഗുഡ് കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പിലൂടെ വേണം എല്ലാ കാര്യങ്ങളും പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. ഊഷ്മളമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. റെസ്പെക്ട് അല്ലെ? അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ ആയാലും രോഗികളെ ആയാലും നമ്മൾ റെസ്പെക്റ്റോടുകൂടി കാണണം. പിന്നെന്താണ് മിനിമം വെയിറ്റിംഗ് അല്ലെ? രോഗികളെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരുടെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിലായാലും മെഡിസിൻസ് വാങ്ങുന്നതിനായാലും ഡോക്ടറെ കാണുന്ന കാര്യങ്ങളിലായാലും എന്താണ് മിനിമം വെയിറ്റിംഗ് മാത്രമേ ചെയ്തിരിക്കാൻ പാടുള്ളൂ. ക്ലീൻ ആയിരിക്കണം. പിന്നെന്താണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക. ക്യാൻറ്റീൻ ഉണ്ടായിരിക്കണം. പേഷ്യൻസിന്റെ കാര്യങ്ങള് ബുദ്ധിമുട്ടുകള് പ്രോബ്ലംസ് ഒക്കെ കേൾക്കുന്നുണ്ട്, അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം പേഷ്യൻസിന് ഉണ്ടായിരിക്കണം. പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ ചെയ്ത് കൊടുക്കണം. എന്താണ് പ്രോപ്പർ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ ടൈമിങ് അല്ലെ? OPD ടൈമിങ് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ കാര്യങ്ങള്? ഇനി എന്താണ് OPD പ്രോസസ് നിങ്ങൾക്ക് അറിയാലോ? ഒന്നുകൂടി വിപുലീകരിച്ച് വിശദീകരിച്ച് കൊടുത്തിരുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. എന്റെ മിസ് പറയുന്ന ആളൊന്നും പറഞ്ഞാനോട്ടാ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തന്നെ വായിച്ചു നോക്കട്ടോ.
വായിച്ചു നോക്കിയോ? OPD പ്രോസസ് മനസ്സിലായോ? ഓക്കെ, ഒരാളുടെ കഴിഞ്ഞു. ഭൂരിഭാഗം പേരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ആർക്ക് പറയാം ക്ലിയർ ആയിട്ട്? ആര് പറയും? ധൈര്യമായിട്ട് പറഞ്ഞോ, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ. ഞാൻ പറയാം. പറഞ്ഞോ. ഓക്കെ, നമ്മള് ഫസ്റ്റ് OPD അറൈവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് റിസപ്ഷനിൽ നമ്മള് ചോദിക്കും കൺസൾട്ട് ചെയ്യേണ്ട ഡോക്ടർ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യും, നമ്മളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യും. അവിടെ നമുക്കൊരു ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യും. അതും കൊണ്ട് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അത് കഴിഞ്ഞാല് ഡോക്ടർ അവിടെ നിന്ന് നമുക്ക് ഇഷ്യൂവൻസ് ഓഫ് മെഡിക്കൽ ഷീറ്റ് തരും. പിന്നെ അതില് അറൈവിങ് അറ്റ് ഫാർമസി. പക്ഷെ അവിടെ റെഫറൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും തന്നാല് ഫാർമസിയിൽ അത് കാണിക്കണം. അവിടെ ഫാർമസി നമുക്ക് ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യും. ടോക്കൺ നമ്പർ വിളിക്കുന്ന വരെ നമ്മൾ വെയിറ്റിംഗിൽ ഇരിക്കണം. ലാസ്റ്റ് കളക്ഷൻ ഓഫ് മെഡിസിനും ലാസ്റ്റ് ഡിപ്പാർച്ചർ. പറയാം, വെരി ഗുഡ്. ഞാൻ ആർക്ക് പറയാം? ആരെങ്കിലൊക്കെ ഒന്ന്. ഞാൻ പറയാം. പറ. നമ്മൾ ആദ്യം OPD എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ പോയിട്ട് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യും. നമ്മുടെ പേര്, വയസ്സ് നമുക്ക് കൊടുത്തിട്ട്. അതിനുശേഷം നമുക്ക് ഡോക്ടറെ കാണാനുള്ള ഒരു ടോക്കൺ നമ്പർ തരും. അതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കാണാനുള്ള ഒരു വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ രോഗം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ മെഡിക്കൽ ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഏരിയയിൽ പോയിട്ട് ലാബ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം നമ്മൾ ഫാർമസിയിലേക്ക് വരും. അവിടുന്ന് മരുന്ന് വാങ്ങി നമുക്ക് വീണ്ടും വേറെ റെഫർ ചെയ്ത ഡോക്ടറെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ ടോക്കൺ എടുത്ത് വെയിറ്റിംഗ് ഏരിയയിൽ പോയി അതിന് കണ്ടതിന് ശേഷം മെഡിസിൻ വാങ്ങും. എന്നിട്ട് നമ്മൾ പുറത്തേക്ക്. വെരി ഗുഡ്. ഞാൻ പറയാം. രണ്ട് കുട്ടികളും പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലൊക്കെ കറക്റ്റ് ആണ്, തെറ്റൊന്നും. ഭൂമിക പറഞ്ഞു. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക. എന്നിട്ട് റിസപ്ഷൻ ഏരിയ ചെന്നിട്ട് നമുക്ക് ഏത് ഡോക്ടറാണ് കാണേണ്ടത് ആ ഡോക്ടറിന്റെ എവിടെയാണുള്ളത് തിരക്കുക. അത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മുടെ അഡ്രസ്സും വയസ്സും ഇതൊക്കെ കൊടുത്ത് അവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് അവിടുന്ന് ടോക്കൺ തരും. ആ ടോക്കണും കൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുക. അത് കഴിയുമ്പോൾ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അത് കഴിയുമ്പോൾ വേറൊരു ഡോക്ടറെ കാണാനുണ്ടെങ്കിൽ അതും നമ്മൾ കാണണം. അത് കഴിഞ്ഞിട്ട് എഴുതിയ ഡോക്ടർ തന്ന ചീട്ടും കൊണ്ട് നമ്മൾ ഫാർമസിയിൽ എഴുതണം. ഫാർമസിയിൽ ചെല്ലുമ്പോ അവിടുന്ന് ടോക്കൺ ഉണ്ടല്ലോ, മരുന്ന് എപ്പം നമ്മൾക്ക് തരണമെന്ന്. ആ ടോക്കൺ കൊണ്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് മെഡിസിൻ കളക്ട് ചെയ്യാം. അങ്ങനെയല്ലേ? ഞാൻ പറയാം മാഡം. മാഡം, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ആദ്യം എത്തുമ്പോൾ റിസപ്ഷനിലാണ് നമ്മൾ ചീട്ട് എടുക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പൊ അവരവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ അതനുസരിച്ച് അവിടെ രജിസ്ട്രേഷൻ എടുക്കണം. പേര് വിവരങ്ങളും അഡ്രസ്സും നമ്മുടെ ഏജും. പിന്നെ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർ ചോദിക്കും നമുക്ക് കാണിക്കണ്ടേ. നമുക്കിപ്പോ ചിലപ്പോ ENT-യിലായിരിക്കും, അല്ലെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. അതനുസരിച്ച് രജിസ്ട്രേഷൻ എടുക്കുക. അപ്പൊ അവരവിടുന്ന് നമുക്ക് ടോക്കൺ നമ്പർ തരും.
നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ നമ്പർ തരും. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറയും വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യണം ഡോക്ടറെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാണ്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണാൻ നമ്മുടെ രോഗവിവരങ്ങൾ പറയാം. അപ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് വേണ്ട മെഡിസിൻസ് അല്ലെ ടെസ്റ്റുകളും കാര്യങ്ങളും തരും. അതന്വേഷിച്ചിട്ട് അത് ചെയ്യാനായിട്ട് കൊടുത്തതിന് ശേഷം ചീട്ട് തരുമല്ലോ, ചീട്ടിനനുസരിച്ച് ഫാർമസിയിലാണ് നമ്മൾ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ചെല്ലേണ്ടത്. പിന്നെ ചില കേസിൽ റെഫർ ചെയ്ത് പോകേണ്ടതുണ്ട്. ചിലയിടത്ത് അവിടെ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ് വെച്ച് റെഫർ ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ഫാർമസി വരും, അവിടുന്ന് അവരൊരു ടോക്കൺ തരും. നമുക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ നമ്പർ തരും. അവിടെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം കളക്ഷൻ ചെയ്യുക മെഡിസിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക്. ഞാൻ പറയാം, ഞാനില്ല പറയാനായിട്ട് ആരുമില്ല. ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇല്ല. മാം ആരാ പറഞ്ഞേ? പറഞ്ഞ മോളെ. പറഞ്ഞോ. പറയണോ? ഫ്ലോ ചാർട്ട് പറയാനുണ്ടോ ആരെങ്കിലും? ഹലോ മാം, കേൾക്കാമോ? ഒപിയിൽ വന്ന ശേഷം റിസപ്ഷനിൽ പോവാ. റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ശേഷം അവർ ടോക്കൺ തരും. ആ ടോക്കണുമായിട്ട് വെയിറ്റിംഗ് റൂമിൽ പോവാ. അവിടെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഡോക്ടർ നമുക്ക് ചിലപ്പോൾ ലാബ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ലാബിൽ പോവാ. അതുപോലെ തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വേറെ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം ഫാർമസി പോവാ, മരുന്ന് വാങ്ങിക്കുക. അവിടുന്ന് ടോക്കൺ കിട്ടും മരുന്ന് വാങ്ങിക്കാനുള്ള. പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുക, പിന്നെ മെഡിസിൻ കളക്ട് ചെയ്യുക, പിന്നെ എക്സിറ്റ് ആവുക. പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? കുറച്ച് പേരെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഒന്നുകൂടിയും പറഞ്ഞു തരാം കേട്ടോ. ഇവര് പറഞ്ഞത് ക്ലിയർ ആണ്, എന്നാലും മിസ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ എത്തുന്നു അല്ലെ, റിസപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടോക്കൺ നമ്പർ എടുക്കുന്നുണ്ട്. വെയിറ്റിംഗ് റൂമിൽ നമ്മൾ ഇരിക്കുന്നു, ഡോക്ടറെ കാണുന്നു. പിന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ MRI ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ അതിന് ചെയ്യുന്നു. പിന്നെ എന്താണ്, വേറെ എന്തെങ്കിലും ഡോക്ടറെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി കാണുന്നു. അതിനുശേഷം പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നു. ഫാർമസിയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടോക്കൺ എടുക്കുന്നുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിസിൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എക്സിറ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും പറഞ്ഞത് ക്ലിയർ ആണ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും OP പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം, പഠിച്ചെല്ലാവരും. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാൻ കേട്ടോ മിസ്. അടുത്തതാണ് മാനേജ്മെന്റ് സ്ട്രക്ചർ. ഈ OP വിഭാഗത്തിന്റെ മാനേജ്മെന്റ് സ്ട്രക്ചർ ഉണ്ട്. മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റ് സ്ട്രക്ചറിൽ ഉള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ്? Flow of patients should be smooth, easy and quick. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. Flow of patient should be smooth, easy and quick. എന്തായിരിക്കാം ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. Patient should be smooth, easy and quick. ആദ്യം പഠിച്ചൊരു പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലായിടത്തും? Patient should be smooth, easy and quick. മൂന്ന് കാര്യം വായിക്കുമ്പോൾ എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലായിടത്തും? ഏതെങ്കിലും പോയിന്റില്
ഇല്ല, റെഡി ഇല്ല. സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലെ. പേഷ്യൻസിനെ എന്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല? മിനിമം വെയിറ്റിംഗ് ആണ് അല്ലെ അവര് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ള പോയിന്റ് പഠിച്ചില്ലേ നമ്മള്? അതാണ് ഇതിൽ വരുന്നത്. എന്താണ്? അവിടെ രജിസ്ട്രേഷൻ ആയാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന രീതിയിലായാലും മെഡിസിൻസ് വാങ്ങുന്ന രീതിയിലായാലും എന്താണ് സ്മൂത്ത് ആയിട്ട് ഇനി ക്യുക്കല്ലേ പെട്ടെന്ന് എന്ത് ചെയ്യണം? ആ പ്രോസസ്സ് നടത്തണം. കുറെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല, മുഷിച്ചിൽ ഇതാക്കാനായിട്ട് പാടില്ല. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? ഇനി എന്താണ്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അതെന്താ പറയുന്നത്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ് എന്തായിരിക്കാം? സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സഫിഷ്യന്റ് മീൻസ് ആവശ്യത്തിനുള്ള അല്ലെ, ആവശ്യത്തിന് സ്റ്റാഫുകൾ വേണമെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ്? ഫാർമസിയിലേക്ക് ഒരു സ്റ്റാഫ് ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് രോഗികൾ പെട്ടെന്ന് വരും അല്ലെ. പക്ഷെ എന്തായിരിക്കും? ഫാർമസിയിൽ ഭയങ്കര തിരക്കായിരിക്കും. ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ എന്താണ്? ഒരാളുടെ മരുന്ന് തന്നെ എടുക്കാനായിട്ട് വളരെ സമയം പിടിക്കും അല്ലെ. അപ്പോ കുറെ അധികം ബുദ്ധിമുട്ടുകൾ ആ രോഗികൾക്കായാലും ആ സ്റ്റാഫിനായാലും അനുഭവപ്പെടും. അപ്പൊ അതാണ് പറയുന്നത് മതിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഇവിടെ വേണം, OPD വിഭാഗത്തില് വേണം. പിന്നെ എന്താണ്? പാർക്കിംഗ് അറിയാലോ, പാർക്കിംഗ് ഏരിയാസും വേണം. അപ്പൊ മാനേജ്മെന്റ് സ്ട്രക്ചറിൽ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണ്? പേഷ്യൻസിന്റെ കാര്യങ്ങൾ വേഗം പെട്ടെന്ന് തന്നെ ചെയ്യാം. അവരെ മിനിമം വെയിറ്റ് മാത്രം ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ, അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. മതിയായ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകള് ഓരോ വിഭാഗത്തിലും വേണം. പിന്നെ എന്താണ്? പാർക്കിംഗ് ഏരിയാസും ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് മാനേജ്മെന്റ് സ്ട്രക്ചറിൽ ഉള്ളത്. ഓക്കെ ആണോ? 3 പോയിന്റ്സും ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. എന്തായിരിക്കാം കമ്പോണൻസ് എന്ന് പറഞ്ഞാല്? കമ്പോണൻസ് മീൻസ് എന്തായിരിക്കാം? Components. Components means ഘടകങ്ങൾ അല്ലെ. ഘടകങ്ങൾ കമ്പോണൻസ് എന്ന് പറഞ്ഞാല് ഘടകങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ. ഓക്കെ. അപ്പൊ ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. OPD വിഭാഗത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? മെഡിക്കൽ സ്റ്റാഫ്സ് എന്ന് പറഞ്ഞാല് അല്ലെ. അപ്പൊ മെഡിക്കൽ സ്റ്റാഫ് എന്താന്ന് നോക്കാം. സെൻട്രൽ ടു ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സെൻട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? മെഡിക്കൽ സ്റ്റാഫുകൾ. ഓക്കെ. ഇനി എന്താണ്? നഴ്സിംഗ് സ്റ്റാഫിൽ ആരൊക്കെ പെടും? നഴ്സസ് ആൻഡ് ANMS. എന്തായിരിക്കാം? ANMS ഫുൾ ഫോം എന്തായിരിക്കാം? പഠിച്ചിട്ടുണ്ട് നമ്മള്. ANMS ഫുൾ ഫോം ANMS ഫുൾ ഫോം എന്തായിരിക്കാം? Auxiliary nurse and midwiferys. Auxiliary nurse and midwiferys. സൂതകർമ്മിണികൾ എന്ന് കേട്ടിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ മിസ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മള്.
എന്താണ് ഡെലിവറി ടൈമിലൊക്കെ നഴ്സുമാരെ സഹായിക്കാനായിട്ട് സ്റ്റാഫുകൾ നിൽക്കില്ലേ, അവരെയാണ് സൂതകർമ്മിണികൾ എന്ന് പറയുന്നത്. അനു കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അറിയാത്തവർ നോക്കി എഴുതണേനകത്ത്. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറീസ്. ഓക്കെ ഓക്കെ, ഇതിന് ഫുൾ ഫോം ഒക്കെ ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ ഫുൾ ഫോമുകളും ഒരു പേജില് എന്താണ് ഒരു ചാപ്റ്റർ കഴിഞ്ഞാല് എത്ര ഫുൾ ഫോംസ് ഉണ്ട്, എത്ര ഇയർ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ഇയർ ഒക്കെ പറയില്ലേ മിസ്, അപ്പൊ ഇയർ എഴുതി വെക്കാം, ഇതിന്റെയാണ് ഏത് ഇയർ ആണുള്ളത്. പിന്നെ എന്താണ് ഓരോ ഫുൾ ഫോം, എക്സ്പാൻഡ് ഫോമുകളും എഴുതി വെക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ PDF-ലൊക്കെ നോക്കി 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 കണ്ണു കടിക്കും ഏതാണ് എവിടെയാണെന്നുള്ളത്. നോട്ട്ബുക്കില് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ലാസ്റ്റ് ഓരോന്നിന്റെ എക്സ്പാൻഡ് ഫോം എഴുതി വെച്ച് കഴിയുമ്പോഴെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എക്സാമിന്. നേഴ്സുമാരെ സഹായിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ ഡെലിവറി ഡിപ്പാർട്ട്മെന്റിലൊക്കെ, ഡെലിവറി ടൈമിലൊക്കെ നേഴ്സുമാരെ സഹായിക്കാനായിട്ടുള്ള സ്റ്റാഫുകൾ, വർക്കേഴ്സുകൾ നിൽക്കില്ലേ, അവരെയാണ് സൂതകർമ്മിണികൾ, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സബ്സർവിയന്റ് സ്റ്റാഫ്? അത് ഏതൊക്കെ പെടും നോക്കാം. ഏതൊക്കെയാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ECG. 3 കാര്യങ്ങളാണ് സബ്സർവിയന്റ് സ്റ്റാഫിൽ വരുന്നത്. ഏതൊക്കെയാണ്? റേഡിയോളജി വരുന്നുണ്ട്, ലബോറട്ടറി വരുന്നുണ്ട്, ECG വരുന്നുണ്ട്. ഓക്കെ, ഇനി ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ അറിയാലോ നിങ്ങൾക്ക്? ക്ലറിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ക്ലറിക്കൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആ സ്റ്റാഫുകളെയാണ്, റെക്കോർഡ്സ് അതുപോലെയുള്ള സ്റ്റാഫുകളെയാണ് നമ്മൾ എന്ത് പറയാ, ക്ലറിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയാം. ഓക്കെ, റെക്കോർഡ്സ് ഒക്കെ എഴുതി വെക്കില്ലേ, അങ്ങനെയുള്ള സ്റ്റാഫുകൾ കേട്ടോ. അപ്പൊ എന്താണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD-യിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. OPD വിഭാഗത്തിന്റെ ഘടകങ്ങൾ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, സെൻട്രൽ ടു ദ ഓർഗനൈസേഷൻ ആണ്. പിന്നെ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള വിഭാഗമാണ് ഇത് മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല്. പിന്നെ എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകളിൽ ആരൊക്കെ പെടും? നഴ്സുമാരും അതുപോലെ തന്നെ സൂതകർമ്മിണികളും പെടുന്നു. സൂതകർമ്മിണികളുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെലിവറി ടൈമില് നഴ്സുമാരെ സഹായിക്കാനായിട്ട് ചില വർക്കേഴ്സുകൾ നിൽക്കുന്നു. ആ വർക്കേഴ്സിനെ അല്ലെങ്കിൽ ആ സ്റ്റാഫിനെയാണ് നമ്മള് സൂതകർമ്മിണികൾ എന്ന് പറയുന്നത്. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറീസ്. ഇനി എന്താണ്? സബ്സർവിയന്റ് സ്റ്റാഫുകൾ. അതിലേതൊക്കെ പെടും? റേഡിയോളജി പെടും, ലബോറട്ടറി പെടും, ECG പെടും. ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും ഓർത്ത് വെക്കണം ഏതൊക്കെ വിഭാഗങ്ങളിൽ ഏതൊക്കെയാണ് പെടുന്നത്. പിന്നെ എന്താണ്? ക്ലറിക്കൽ സ്റ്റാഫുകൾ അറിയാലോ, അക്കൗണ്ട്സ്, ബില്ലിംഗ്, അങ്ങനെയുള്ള സ്റ്റാഫുകളാണ് ക്ലറിക്കൽ സ്റ്റാഫുകൾ വരുന്നത്. ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോർഷൻ എടുക്കാം കേട്ടോ. ഓക്കെ.
വായിച്ചു ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. പ്രോബ്ലംസ് ആൻഡ് OPD. OPDയില് ഡിഫറെന്റ് പ്രോബ്ലംസുകളുണ്ട്. ഫസ്റ്റ് എന്താണ്? ജനറൽ പ്രോബ്ലംസ് ആൻഡ് സ്പെസിഫിക് പ്രോബ്ലംസ്. അപ്പോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് എന്താണ്? ഇൻസഫിഷ്യന്റ്. സ്ക്രീൻ കാണുന്നില്ലേ? 1 മിനിറ്റ് കേട്ടോ. കാണുന്നില്ലേ കൊച്ചുകളെ? കാണുന്നില്ലേടാ? ക്ലിയർ അല്ലേടാ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ജനറൽ പ്രോബ്ലംസ് അല്ലെ. ഫസ്റ്റ് എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. It is found that there are a large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors to serve the compared to the number of patients who arrive at the clinic. എന്താണ് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ഇൻസഫിഷ്യന്റ്? ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകാതിരിക്കൽ അല്ലെ. എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും അല്ലെ. ചിലപ്പോ ഒരു ഡോക്ടർ ഉണ്ടാവും, ചിലപ്പോ 2 ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്താണ്? 100 രോഗികൾക്ക് അല്ലെങ്കിൽ 100 പേഷ്യൻസിന് ഒരു ഡോക്ടർ ആയിരിക്കാം ചികിത്സിക്കാനിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോ ഡോക്ടർക്കായാലും പേഷ്യൻസിനായാലും അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ചിലപ്പോ എന്താണ്? ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് രോഗികളെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടാവാം അല്ലെ. ഞാനാണ് ഫസ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഇത് കഴിഞ്ഞ് ഞാനാണ് കയറുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് തിക്കുമുട്ടായിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പൊ അതെന്താണ്? ചില രോഗങ്ങള് മറ്റുള്ളവർക്ക് പകരാനായിട്ട് അത് ഇടവരുന്നുണ്ട്. അതുപോലെ എന്താണ്? രോഗികളിലെ തിക്കി നിൽക്കുമ്പോൾ ഡോക്ടർക്കായാലും അത് ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിൽ വരുന്നത്. അപ്പൊ മതിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ ഇല്ലാതാകുമ്പോൾ ഡോക്ടേഴ്സിനായാലും പേഷ്യൻസിനായാലും അതൊരു ബുദ്ധിമുട്ടാണ്. ചില രോഗികൾക്ക് എന്താണ് ഇങ്ങനെ തിക്കി നിൽക്കുന്നത് കാരണം വളരെ ഡോക്ടറെ കാണാനായിട്ട് ഒരു ഡോക്ടറൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് വളരെ ടൈം പിടിക്കും ആ ഡോക്ടറെ കാണാനായിട്ട് അല്ലെ. ഇപ്പൊ ഒരു ഡോക്ടർക്ക് 100 പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് വളരെ സമയം പിടിക്കും ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ ചില രോഗികള് ഡോക്ടറെ കാണാതെ പോകാനായിട്ടുള്ള ഇതും ഉണ്ടാകുന്നുണ്ട്, സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിന് ഒരു കാരണമാണ്. അത് ജനറൽ പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിന്റെ കാരണങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ അത്? ഓക്കെ, ഇനി എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്തായിരിക്കും? ബുക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നേരത്തെ മുൻകൂട്ടി തലേന്ന് തന്നെ എന്ത് ചെയ്തു വെക്കും? ബുക്ക് ചെയ്യാം അല്ലെ. നോക്കാം കേട്ടോ. അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ് ഹാസ് നോ പ്രയോറിറ്റി ഓവർ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ്. This creates congestion in the clinic during the beginning of the day. എന്താണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്ത അവസ്ഥ, അതും സെക്കൻഡ് പ്രോബ്ലം ആണ്, സെക്കൻഡ് ജനറൽ പ്രോബ്ലം ആണ്. എങ്ങനെയാണ്?
അതെങ്ങനെയാണ് പ്രോബ്ലം ആയിട്ട് മാറുന്നത്? ഇപ്പോ തലേന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കാണാനായിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്ത് പറയുന്നു? നിങ്ങളുടെ ബുക്കിംഗ് നമ്പർ 10 ഡോക്ടർ 10 മണിയാകുമ്പോൾ വരും, നിങ്ങൾ ഒരു 10:30 അല്ലെങ്കിൽ 10:15 കൂടി എത്തിയാൽ മതി എന്ന് പറയും അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ ടൈമിൽ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലും. അപ്പോഴായിരിക്കും, ആ ടൈമിലായിരിക്കും നമ്മളുടെ ഫയലുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ അവര് അവിടെ നിന്ന് എടുക്കുന്നത് അല്ലെ. അപ്പോ മുൻകൂട്ടി ഇപ്പൊ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ എന്താണ്, നേരത്തെ ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് അവര് ആ ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആക്കി വെക്കുകയാണെങ്കിൽ അത്രയും പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഇതിപ്പോ എന്താണ്, നമ്മൾ ചെയ്യുന്ന ആ ടൈം അറ്റേ ടൈമിലായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അതൊരു പ്രോബ്ലമാണ്. പിന്നെ എന്താണ്, ഇപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗികളും അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത രോഗികളും വരും. അപ്പോ ചിലപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ബുക്ക് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പോ ചില സമയത്ത് പറയാറുണ്ട്, ഇവര് ഫസ്റ്റ് വന്നവരല്ലേ, അവര് കണ്ടോട്ടെ, അവരുടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത ആൾക്കാര് കണ്ട് ഡോക്ടറെ കണ്ടാൽ മതി. പറയാറില്ല അങ്ങനെ. അപ്പൊ എന്താണ്, അവർക്ക് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ബുക്ക് ചെയ്ത ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കാത്തത് സെക്കൻഡ് പോയിന്റ് ആണ്. ക്ലിയർ ആയോ? ചിലപ്പോ എന്താണ്, അവരുടെ ഡോക്യുമെന്റ്സ് എടുക്കാനായിട്ട് വൈകും. അതുപോലെ എന്താണ്, അപ്പോയിന്റ്മെന്റ് ചെയ്ത ആൾക്കാർക്ക് എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരാദ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ആദ്യം അവര് കണ്ടിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത ആൾക്കാരെ കണ്ടാൽ മതി എന്ന് പറയാറുണ്ട് ഇല്ലേ? പറയാറില്ലേ? അങ്ങനെയും എന്താണ്, പ്രയോറിറ്റി കൊടുക്കാറില്ല. അതാണ് സെക്കൻഡ് പോയിന്റ് ഇൻ അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ക്ലിയർ ആയോ? 2 പോയിന്റും. Insufficient number of doctors in appropriate appointment system. Okay ആണോ? എന്താണ്, long waiting time at medicine room after patient receiving the prescription from the clinic counter. Patient are directed to the medicine room to remit the fee and receive the medicines. അല്ലെ? മിസ് പറഞ്ഞില്ലേ, ഫാർമസിയിലൊക്കെ എന്താണ്, നല്ല രീതിയിലുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ, ഒരു സ്റ്റാഫ് ഒക്കെ ഇല്ലെങ്കിൽ എന്താണ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്ത രോഗികൾ വരുമ്പോ അവിടെ തിരക്കായിരിക്കും, തിക്കുമുട്ടി നിൽക്കും, ക്യൂ ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ എന്താണ്, ഒരു ഫാർമസിയിൽ ഒരു സ്റ്റാഫ് ഉള്ളെങ്കിൽ എന്താണ്, മെഡിസിൻസ് എടുത്ത് രോഗികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാണ്. മെഡിസിൻ റൂമില് നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ പോയിന്റ്? പിന്നെ എന്താണ്, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. അതെന്തായിരിക്കാം ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് വരുന്നത്? പറയാൻ പറ്റോ? എന്തൊക്കെ ഫെസിലിറ്റീസിന്റെ കുറവാണ്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏതൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കാം? സ്റ്റാഫ്, വെരി ഗുഡ്. പിന്നെ സ്റ്റാഫ്, ഏരിയാസ്. ഓക്കെ, എന്തിന്റെ ഏരിയാസ് ആയിരിക്കും? എന്ത് ഏരിയാസ് ആയിരിക്കും? മിഷൻസിന്റെ അല്ലെ, എക്യുപ്മെന്റ്സ് വെക്കുന്നില്ലേ? ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ കുറെ അധികം മിഷൻസിന്റെ ആവശ്യങ്ങളൊക്കെ വരും അല്ലെ. എക്സ്റേ ചെയ്യുന്നത്, MRI ചെയ്യുന്നത്, CT സ്കാൻ ചെയ്യുന്നതിനൊക്കെ ഡിഫറെന്റ് മെഷീൻസ് ആയതുകൊണ്ട് ആ മെഷീൻസ് വെക്കാനായിട്ട് കുറെ അധികം എന്ത് വേണം? സ്ഥലം വേണം. ചിലപ്പോ എന്താണ്, അത് വെക്കാനുള്ള സ്ഥലങ്ങൾ കുറവായിരിക്കും. അങ്ങനെയുള്ള ഫെസിലിറ്റീസിന്റെ കുറവ്. അതുപോലെ എന്താണ്, ഇത് പറഞ്ഞില്ലേ, ഇപ്പോ സ്റ്റാഫുകളുടെ കുറവ് ഫാർമസിയില് അല്ലെ, മെഡിസിൻസ് കൊടുക്കുന്ന സ്റ്റാഫുകളുടെ കുറവ്, അതൊക്കെ ഒരു പ്രോബ്ലം ആണ്. വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താണ്, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലറ്ററി കെയർ. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽസ് എന്തായിരിക്കാം എന്നറിയോ? ഐഡിയ ഉണ്ടോ? പോയിന്റ് പറയാം. എന്താണ്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മളൊക്കെ എന്താണ്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. ചിലപ്പോ എന്താണ്, കാമായിട്ടുള്ള ആൾക്കാർ വരും. ചിലപ്പോ എന്താണ്, വളരെ ദേഷ്യമായിരിക്കും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവരോട് മെഡിക്കൽ സ്റ്റാഫിനോടൊക്കെ ദേഷ്യപ്പെടാറുണ്ട് ചില പേഷ്യൻസ്. അപ്പൊ കാമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ഈ മെഡിക്കൽ പേഴ്സണൽസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഇല്ലെങ്കിൽ ഈ ദേഷ്യപ്പെടുന്ന ആൾക്കാരെയും കാമായിട്ടുള്ള ആൾക്കാരെയും
മുൻപോട്ട് രണ്ടുപേരെയും ഒരുമിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റില്ല. അവർ ചിലപ്പോ ചോദിക്കുന്നതാണ്, ചിലപ്പോ ചില ആൾക്കാർ ദേഷ്യപ്പെടും, ചിലപ്പോ എന്താണ് കാമായിട്ടുള്ള ആൾക്കാരും വരും പേഷ്യൻസ് ആയിട്ട്. അപ്പോ അവര് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ടുള്ള സ്കില്ല് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണം. അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഇവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ മെഡിക്കൽ സ്റ്റാഫിന് ബുദ്ധിമുട്ടായിരിക്കും. അതും ഒരു പ്രോബ്ലമാണ്. ക്ലിയർ ആയോ ആ പോയിന്റ്? ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ, പേഷ്യൻസ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. ദേഷ്യപ്പെടുന്നവരുണ്ടാവാം, പിന്നെ കാമായിട്ടുള്ള ആൾക്കാരും വരാം. അപ്പൊ ഇവര് രണ്ടുപേരെയും ഒരുമിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ അവിടെ വേണം. അതിനുള്ള ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പ്യുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. എന്തായിരിക്കാം ആ പോയിന്റ്? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഫ്രാഗ്മെന്റേഷൻ ചിഹ്ന ഭിന്നമാക്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചിഹ്ന ഭിന്നമാക്കൽ. Poor communication and inadequate understanding of their demands. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ പോയിന്റ്? എന്തായിരിക്കാം പ്രോബ്ലംസ്? പറയാൻ പറ്റുമോ? പറഞ്ഞോ, തെറ്റാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, പറഞ്ഞോ. അതായത് നല്ല രീതിയിലല്ലാത്ത കമ്മ്യൂണിക്കേഷൻ, മോശമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ രോഗിയോട് ചെയ്യുന്നത്, പിന്നെ അവരുടെ ഡിമാൻഡ്സ് കറക്റ്റായി മനസ്സിലാക്കാതെ. മനസ്സിലായ എല്ലാവർക്കും? ചിലപ്പോ രോഗികൾ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, ചിലപ്പോ രോഗികളെ കേൾക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ മിസ്? അപ്പൊ അവർ പറയുന്ന കാര്യങ്ങള്, അവരുടെ പ്രോബ്ലംസ് എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കെയർ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ചിലപ്പോ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അല്ലെ, ആ ഡ്യൂട്ടി ചെയ്തിട്ട് അവര് പോകും. ചില ഹോസ്പിറ്റലുകളിൽ അങ്ങനെയായിരിക്കും, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും അങ്ങനെ. അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് പോകും. രോഗികളുടെ പ്രശ്നങ്ങൾ എന്താണ്, പ്രോബ്ലംസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കേൾക്കാണ്ട് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി, അവർക്ക് എന്താണോ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി അത് ചെയ്തിട്ടായിരിക്കും അവര് പോണത്. നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടോ ചിലവരൊന്നും തയ്യാറാകില്ല. അതാണ് പറയുന്നത് fragmentation of care, poor communication and inadequate understanding of their demands. കസ്റ്റമേഴ്സ് അല്ല, പേഷ്യൻസിനെ അവരെ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം അല്ലെ. അവരെ കേൾക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവിടുത്തെ സ്റ്റാഫുകളായാലും അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മനോഭാവം അവർക്ക് ഉണ്ടായിരിക്കണം. എന്നാലാണ് നല്ല രീതിയിലുള്ള സർവീസുകൾ ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എത്തുള്ളൂ. പക്ഷെ ചില ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യില്ല. അവരുടെ ഡ്യൂട്ടി എന്താണോ അത് ചെയ്തിട്ടായിരിക്കും അവര് തോന്നുന്നത്. ക്ലിയർ ആയോ? മെഡിക്കൽ കോളേജിലൊക്കെ പറയാൻ പറ്റും നമുക്ക് എക്സാമ്പിള്. ചിലപ്പോ അവർക്ക് ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് അവരെ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് ശമ്പളം കിട്ടും. പക്ഷെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നല്ല രീതിയിലായിരിക്കും രോഗികളെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? മനസ്സിലായോ ആ പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ മിസ്? ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ് ആണ് the organizational structure geared to traditional preference and need of their providers. എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റേ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കണ്ടിട്ടില്ലേ? അറിയോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്താണെന്നുള്ളത്? ടോക്കൺ ഡിസ്പ്ലേ ഇപ്പൊ എന്താണ് ചില ഹോസ്പിറ്റലുകളില് ട്രഡീഷണൽ ആയിട്ട് ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും. നമ്മൾ ടോക്കൺ എടുത്തിട്ട് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കയറുന്നത്. വേറെ വേറെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും. എന്താണ് അവിടെ ആ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിന്റെ മുകളിൽ ഒരു ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവും. അവിടെ ഒന്നെന്ന് പറയുമ്പോൾ എന്താണ് ഒന്നാമത്തെ രോഗി കയറി കാണാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നു, ആ രോഗി ഇറങ്ങി കഴിയുമ്പോൾ 2 2 പറയും. 2 അവിടെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ പോയിട്ട് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അതാണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ഇപ്പൊ കാണാത്തവര് ബാങ്കിലൊക്കെ പോയാൽ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ടോക്കൺ വിളിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ക്യാഷ് കൗണ്ടറിലോട്ട് പോകാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? അതാണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. അപ്പോ എന്താണ് ഈ ചില ഹോസ്പിറ്റല് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം നമുക്ക് ട്രഡീഷണൽ കൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ഹോസ്പിറ്റലിൽ എന്താണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ടോക്കൺ എടുത്തിട്ട് ഓരോ 1 2 അങ്ങനെയുള്ള നമ്പറുകൾ വെച്ച് രോഗികൾ കയറുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അതും ഒരു പ്രോബ്ലമാണ്. എന്താണ് മോഡേൺ സിസ്റ്റത്തിലോട്ട് ചില ഹോസ്പിറ്റലുകൾ വരാത്തതുണ്ട്. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഹോസ്പിറ്റൽ എന്താണ് ട്രഡീഷണൽ ബേസിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. ചില ഹോസ്പിറ്റല് എക്സാമ്പിൾ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒന്നും ഇല്ല. അത് ഇപ്പോഴും എന്താണ് ടോക്കൺ എടുത്തിട്ട് 1 2 അങ്ങനെയുള്ള ടോക്കൺ ഇതാക്കിയിട്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് കയറുന്നത്. ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ എന്തുണ്ടാവും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവും. അവിടെ എന്താണ് നേഴ്സ് വന്ന് 1 2 3 ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവിടെ ടോക്കണിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ രോഗിക്ക് പോയി കാണാൻ പറ്റും. അപ്പോ ഇവിടുത്തെ പ്രോബ്ലം എന്താണ് ചില ഹോസ്പിറ്റൽ ഇപ്പോഴും ട്രഡീഷണൽ കൺസെപ്റ്റിലാണ് മുന്നോട്ട് പോകുന്നത്. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊരു പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ? 7th പോയിന്റ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് 8th പോയിന്റ് നോക്കാം. റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്? റെസിസ്റ്റൻസ് തടസ്സം, പ്രതിരോധം എന്നൊക്കെ പറയാനുണ്ട് അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയേണ്ടത് നിങ്ങളുടെ അമ്മാവന്മാര് അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ എന്താണ് പണ്ട് കാലത്തുള്ളവരാണെന്ന് പറയാൻ പറ്റും അല്ലെ. പണ്ട് കാലത്ത് കൺസെപ്റ്റിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കാം. അവർക്ക് എന്താണ് മോഡേൺ കൺസെപ്റ്റ് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം. അപ്പോ ഈ ഹോസ്പിറ്റലിലായാലും പഴയ കാലത്തുള്ള കൺസെപ്റ്റിലൂടെ പോകുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോ എന്താണ് മോഡേൺ കൺസെപ്റ്റിലുള്ള ടെക്നിക്സ് ഒക്കെ വന്നപ്പോ അതെന്താണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ട്രഡീഷണൽ ബേസിലുള്ള കൺസെപ്റ്റിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോ മോഡേൺ കൺസെപ്റ്റ് അനുസരിച്ച് മുൻപോട്ട് പോകാനായിട്ട് അവര് തടസ്സം നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്, ട്രഡീഷണൽ സ്വഭാവമുള്ള ആൾക്കാര്. മുത്തശ്ശിമാരൊക്കെ അങ്ങനെയല്ലേ, പഴയകാല ആചാരങ്ങളോട് കൂടി നടക്കുന്നവരായിരിക്കാം. അവർക്ക് എന്താണ് മോഡേൺ കൺസെപ്റ്റ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പോഴും ഒപിഡി വിഭാഗത്തില് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്നാണ് പറയുന്നത്. മോഡേൺ കൺസെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവര് ഉണ്ട് എന്നാണ് പറയുന്നത്. മോഡേൺ കൺസെപ്റ്റ് വരുമ്പോ അതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, മനസ്സിലായത്? റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഇനി പറയണോ? അപ്പൊ ഒന്നുകൂടി മിസ് പറയാം. ഇത്ര വരെ മിസ് എടുക്കണുള്ളൂ കേട്ടോ. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം സ്പെസിഫിക് പ്രോബ്ലംസ്. അപ്പോ ജനറൽ പ്രോബ്ലംസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് എന്താണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ. നല്ല രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തത് ഒരു പ്രോബ്ലം ആണ്. പിന്നെ എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തത്, അവരെ കൺസിഡർ അപ്പോയിന്റ്മെന്റ് ചെയ്ത ആൾക്കാർ, ബുക്ക് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാരെ എന്താണ് പ്രയോറിറ്റി കൊടുക്കാത്തത് ഒരു പ്രോബ്ലമാണ്. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. പിന്നെ എന്താണ്
മെഡിസിൻ വാങ്ങുന്ന റൂമിൽ എന്താണ് മെഡിസിൻ ഫാർമസിയിലൊക്കെ നല്ല രീതിയിൽ സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ, ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ മെഡിസിൻ വാങ്ങുന്നതിന് കൂടുതൽ നേരം എടുക്കുന്നുണ്ട്. അതൊരു പ്രോബ്ലമാണ്. പിന്നെ എന്താണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്സ്, നിങ്ങൾ തന്നെ പറഞ്ഞു എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ, ഏരിയാസ് ഇല്ലാത്തത്, പിന്നെ എന്താണ് സ്റ്റാഫുകൾ ഇല്ലാത്തത്, നല്ല രീതിയിലുള്ള സ്റ്റാഫുകൾ ഇല്ലാത്തത് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് ഒരു പ്രോബ്ലമാണ്. പിന്നെ എന്താണ് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അവിടെ വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കാത്തതും ഒരു പ്രോബ്ലമാണ്. പിന്നെ രോഗികളുടെ ആവശ്യങ്ങള്, അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി അനുസരിച്ച് അവര് ചെയ്തിട്ട് പോകും. പക്ഷെ രോഗികളുടെ പ്രശ്നങ്ങൾ എന്താണ് അവരെ കേൾക്കാനായിട്ട് ഈ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും നിൽക്കാത്ത അവസ്ഥ, അങ്ങനെയുള്ളതും രോഗികൾക്ക് അതൊരു പ്രശ്നമാണ്. പിന്നെ എന്താണ് ട്രഡീഷണൽ പ്രിഫറൻസ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഇല്ലാത്ത ഹോസ്പിറ്റൽസും ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒട്ടും മോഡേൺ അല്ലാത്ത ഒരു രീതിയിലൂടെയാണ് ആ ഹോസ്പിറ്റൽസ് പോകുന്നത്. പിന്നെന്താണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് അല്ലെ. ഞാൻ പറഞ്ഞില്ലേ പണ്ടുള്ള കാലത്ത് അമ്മമാരുടെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എന്താണ് അവരിപ്പോഴും എന്താണ് പഴയകാല രീതികളാണ് ഫോളോ ചെയ്തു പോകുന്നത്. അങ്ങനെ എന്താണ് ഇപ്പോഴും ഹോസ്പിറ്റലുകളിൽ പഴയകാല രീതികള് ഫോളോ ചെയ്തു പോകുന്ന സ്റ്റാഫുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവര് ഇപ്പോഴും മോഡേൺ ആവുന്നില്ല എന്നാണ് പറയുന്നത്. പഴയകാല രീതിയിലാണ് പിന്തുടർന്ന് പോകുന്നത്. ക്ലിയർ ആണോ? 1 to 7 8 പോയിന്റ് ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? തിങ്കളാഴ്ച വരുമ്പോ ഇത് മൊത്തം പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ പറയണോ? എന്താണ് മെഡിക്കൽ പേഴ്സണൽസിനെ എന്താണ് നല്ല രീതിയിൽ ഇപ്പോ മിസ് പറഞ്ഞല്ലോ, ദേഷ്യപ്പെടുന്ന പേഷ്യന്റുകൾ ഉണ്ടാവാം, കൂളായിട്ട് വരുന്ന പേഷ്യന്റുകൾ ഉണ്ടാവാം. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ച് കൂട്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിനെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ആ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ എന്താണ് അവർക്ക് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ആ പേഷ്യൻസിന് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഈ മെഡിക്കൽ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യണം. അതില്ലാത്ത അവസ്ഥ എന്താണ്? ഇല്ലാത്ത അവസ്ഥയാണ് ഇതിന്റെ ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത്. നല്ല രീതിയിൽ അവർ പറയുന്ന സംശയങ്ങൾക്കോ ചോദ്യങ്ങൾക്കൊക്കെ ചിലപ്പോ നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ചില പേഷ്യൻസ് ദേഷ്യപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് നല്ല രീതിയിലുള്ള ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാത്തതും പ്രശ്നമാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. പഠിച്ചിട്ട് വന്നോട്ടാ. ഓക്കെ.